തേനൂറും മധുരം. ഒന്ന് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ പൂതി തോന്നുന്ന മാമ്പഴം. തീരെ നാരുകളില്ലതാനും. ഇതിന്റെ പേര് ഹിമാപസന്ത്. പേര് പോലെ തന്നെ രാജകീയ ഉത്ഭവത്തെ സൂചിപ്പിക്കുന്നു. മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് വിളയുന്നത്. ഓരോ മാങ്ങയും 800 ഗ്രാം വരെ തൂക്കത്തിൽ വളരും. വീട്ടിലെ ഹിമാപസന്ത് മാവിൽ നിന്ന് എയർ ലെയറിംഗ് ചെയ്തെടുത്ത കമ്പാണിത്. നല്ല രീതിയിൽ തന്നെ വേര് വന്നിരിക്കുന്നു. ഈ ഭാഗത്തു നിന്നാണ് അത് കട്ട് ചെയ്തെടുത്തത്. 1 മാസത്തോളം എടുത്തു വേര് വരാൻ. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഇവ ചേർത്ത പോട്ടി മിക്സിലാണ് ഇത് നട്ടിട്ടുള്ളത്. മുഴുവൻ ഇലയും മുറിച്ചു മാറ്റുന്നത് നല്ലതാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഇങ്ങനെ തളിരില വന്നിരിക്കുന്നു. തളിരില വന്നു കഴിഞ്ഞാൽ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ശ്രദ്ധാപൂർവം വേണം അതങ്ങനെ ചെയ്യാൻ. പിന്നീട് ഇതിങ്ങനെയായിട്ടുണ്ട്. വീട്ടിലേക്കൊരു അതിഥി വന്നു. മാവ് കണ്ടതും അവരതെടുത്തു. എത്രയാണ് വില? 500 രൂപ എന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് കാഴ്ച. വളരെയധികം സന്തോഷം തോന്നി. അത് മാത്രം പോരാ, ഞാൻ തന്നെ നട്ടുപിടിപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, എയർ ലെയറിംഗ് ചെയ്ത തൈ ഡ്രമ്മിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഡ്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. തൊടിയിലാണ് വെയിലുള്ള സ്ഥലം. അവിടെയാണ് ഡ്രം വെക്കുന്നത്. അടിവശം പോട്ടിംഗ് മിക്സ് നിറച്ചു. ഡ്രമ്മിൻ്റെ ഹോളുള്ള ഭാഗത്ത് പോട്ടിംഗ് കഷ്ണങ്ങൾ വെക്കണം. അത് വെച്ചതിന് ശേഷം പോട്ടിംഗ് മിക്സ് അരവരെ നിറച്ചു. അരഭാഗമായതിനു ശേഷം തൈ കേടുപാടുകൾ കൂടാതെ ചട്ടിയിൽ നിന്ന് എടുത്തു. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്താക്കിയിട്ട് വെക്കണം. അങ്ങനെ വെക്കുമ്പോഴാണ് ഹെൽത്തിയായി തൈ വളരുന്നത്. കാണാനും നല്ല ചന്തമുണ്ടാകും. ഇങ്ങനെ വെക്കുന്ന തൈകൾ അടുത്ത വർഷം മുതൽ തന്നെ പുഷ്പിക്കും, തീർച്ച. ഇതിനൊരു പോരായ്മയുണ്ട്, അടിവേരില്ല എന്നത് മാത്രം. വേണമെങ്കിൽ പിന്നീട് അത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അവസാനം വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് വേനലായാലും മഴക്കാലത്തായാലും തൈ നട്ടാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം.